1997 ഏപ്രിൽ മെയ് മാസം ഈ 2 മാസങ്ങൾ റിലീസായ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസം അന്ന് എക്സാമിൻ്റെയൊക്കെ ഒരു സീസൺ, അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു സിനിമ അന്ന് തിയേറ്ററിൽ റിലീസായി. പുതിയ നായകൻ, പുതിയ നായിക, ഫാസിൽ സംവിധാനം ചെയ്യുന്നു, അനിയത്തി പ്രാവ്. നമുക്കറിയാം ബേബി ശാലിനിനെ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. അവർ പിന്നീട് മുതിർന്ന ശേഷം അവരുടെ തിരിച്ചുവരവ് നായികയായിട്ടുള്ള സിനിമ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന പുതിയൊരു നായകൻ. ഫാസിൽ അതിനു മുമ്പ് ശരിക്കും ഫാസിൽ ഒരു ബ്രേക്കാണ്. ശരിക്കും എനിക്കൊണ്ട് 95 ഫാസിൽ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമ, സത്യനന്ദഗാഡ് ഡയറക്ട് ചെയ്ത ബാംഗ്ലൂർ നോർത്ത്. ഞാൻ ഫുൾ ഇത് മറന്നുപോയി. മമ്മൂട്ടിയും പ്രിയരാമനൊക്കെ അഭിനയിച്ച നമ്പർ 1 സ്നേഹധീരം ബാംഗ്ലൂർ നോർത്ത്. അപ്പൊ ആ ഒരു സിനിമ പരാജയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കിന് ശേഷമാണ് ഫാസിൽ ഈ ഒരു സിനിമയായിട്ട് വരുന്നത്, അനിയത്തി പ്രാവായിട്ട് വരുന്നത്. അപ്പൊ അനിയത്തി പ്രാവിന്റെ ഒരു ലോഞ്ചും കാര്യങ്ങളും അത് വളരെ സൈലന്റ് ആയിട്ടാണ് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. റിലീസ് ദിവസമൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു സിനിമ ചരിത്രം സൃഷ്ടിച്ചു ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വരെയായി മാറി. അത് നമ്മളെല്ലാവരും പറയും. കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞൊരു നടനും ശാലിനി എന്ന് പറഞ്ഞൊരു നായികയും, അവരുടെ ഒരു പേരും, ഔസേപ്പച്ചന്റെ സംഗീതം. പിന്നീട് അതറിയാം, നമുക്കത് മറ്റു ഭാഷയിലൊക്കെ റീമേക്ക് ചെയ്തു. തമിഴില് വിജയിനെ വെച്ചിട്ട് ഫാസിൽ തന്നെ ചെയ്തു. വിജയിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയം മാറി. ആ ഒരൊറ്റ സിനിമ കൊണ്ട് വിജയ് 1 കോടിയൊക്കെ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു നടനായി മാറി. വിജയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് ഹിന്ദിയിലേക്കും ആ ഒരു സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റിലാണ് റീമേക്ക് ചെയ്തത്. ജ്യോതിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു. അക്ഷയ് ഖന്ന അഭിനയിക്കുന്നു ആ സിനിമ. പക്ഷേ ഹിന്ദിയിൽ അത്ര വിജയമല്ലായിരുന്നു. തമിഴിൽ അതൊരു വലിയ വിജയമായിരുന്നു. അനിയത്തി പ്രാവിനെക്കാട്ടും വിജയമായിരുന്നു തമിഴിൽ. അങ്ങനെ ആ മാർച്ച് മാസം ഇറങ്ങിയ ആദ്യത്തെ ഒരു സിനിമ, വിഷുവിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു സമ്മർ വെക്കേഷനോടനുബന്ധിച്ച് റിലീസായ ആദ്യത്തെ സിനിമ അനിയത്തി പ്രാവ്. ഇത് കഴിഞ്ഞ് മോഹൻലാലിന്റെ സിനിമ, IV ശശി മോഹൻലാലും ഒരു ബ്രേക്കിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു ദേവാസുരത്തിന് ശേഷം അവരൊപ്പിച്ച സിനിമ വർണ്ണപ്പകിട്ട് എന്നാണ് സിനിമയുടെ പേര്. മോഹൻലാൽ, ദിവ്യ ഉണ്ണി, മീന. എനിക്കൊരു മോഹൻലാൽ മീന കൂട്ടുകെട്ട് തുടങ്ങുന്നത് ആ ഒരു സിനിമയിലൂടെ. അതിനുശേഷം അവർ എത്രയോ സിനിമകൾ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. ദൃശ്യം വരെ എത്തി നിൽക്കുന്നു. ദൃശ്യം കണ്ടു ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ദൃശ്യം 3 വരെയൊക്കെ എത്തി നിൽക്കുന്നു അവരുടെ ആ ഒരു കോംബോ എന്ന് പറയുന്നത്. അതിൽ ദിലീപ് ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. രാജൻ ബി ദേവ്, ജഗദീഷ്, ഒരു വലിയൊരു ക്യാൻവാസിലെ സിനിമയായിരുന്നു. അതൊരു IV ശശി സിനിമ തന്നെയായിരുന്നു. കുറെ നമുക്കറിയാം IV ശശിയുടെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു മൾട്ടി സ്റ്റാർ, ഒരുപാട് താരങ്ങൾ ഉണ്ടാവും, ഒരുപാട് വളരെ ഡീപ്പായിട്ടുള്ള കഥകളായിരിക്കും, ഭയങ്കര മേക്കിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു വർണ്ണപ്പകിട്ട്. പിന്നെ ആ ഒരു ഏപ്രിൽ മാസം, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളും എനിക്ക് അറിയില്ല. ഞാൻ ഒന്ന് എൻ്റെ ഒരു ഓർമ്മയിലും പിന്നെ ഞാനൊന്ന് സെർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ കുറച്ച് അതിൽ ഇതൊക്കെ വെച്ചിട്ട് അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ സിനിമ, ലോഹിദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമ, മമ്മൂട്ടി നായകനായിട്ട് ഭയങ്കര പ്രതീക്ഷകളോടുകൂടി ഇറങ്ങിയ സിനിമയായിരുന്നു. അതാണ് ഭൂതക്കണ്ണാടി. അന്ന് ഇതിന് തൊട്ട് മുമ്പ് ലോഹിദാസ് 96 ക്രിസ്മസിന് ഹരികുമാർ ഡയറക്ട് ചെയ്ത ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്ററായിരുന്നു അന്ന് ലോഹിദാസ്. അപ്പൊ ലോഹിദാസ് ഏകദേശം 96 എത്തിയപ്പോൾ തന്നെ ഒരു സംവിധായകനാവണം എന്നുള്ള ഒരു പ്ലാനൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഉദ്യാനപാലകനിൽ അന്ന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഉദ്യാനപാലകൻ എന്നെ തോന്നുന്നു നമ്മുടെ നമ്മുടെ ലാൽ ജോസ് ഉദ്യാനപാലകനും അസോസിയേറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതിൽ വെച്ചിട്ടാണ് ലോഹിദാസ് പറഞ്ഞ, ഞാൻ അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ, അത് ഭൂതക്കണ്ണാടി എന്ന പേര്. അങ്ങനെ ലോഹിദാസ് ഈ പറയുന്ന ലാൽ ജോസിന് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും കാണിക്കുന്നു. ലാൽ ജോസ് ആ സ്ക്രിപ്റ്റിൽ കുറേ കറക്ഷൻസ് പറയുന്നു. അദ്ദേഹത്തിന് തോന്നിയ കറക്ഷൻസ് പറഞ്ഞു. ലോഹിദാസ് അതൊക്കെ തിരുത്തുന്നു. അങ്ങനെ ഒന്ന് ആറ്റിക്കുറുക്കിയിട്ടൊക്കെയാണ് ആ സിനിമ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച ഒരു വിജയമല്ലായിരുന്നു. കിരീടമുണ്ണി എന്ന് പറയുന്നത് നിർമ്മാതാവായിരുന്നു. ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. ഒരുപാട് വിദേശ ഫെസ്റ്റിവൽസിൽ വരെ പ്രദർശിപ്പിച്ച അവാർഡ് വരെ കിട്ടിയ ഒരു സിനിമയായിരുന്നു. അപ്പൊ അത് ആ ഒരു വെക്കേഷൻ സമയത്ത് ഈ പറഞ്ഞ പോലെ ആളുകൾ പ്രതീക്ഷിച്ച ഒരു സിനിമയല്ലായിരുന്നു. എങ്കിൽ പോലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഭൂതക്കണ്ണാടി. പിന്നെ ജയറാം. അന്ന് നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ പോലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന രണ്ടുപേരും, സുരേഷ് ഗോപിയും ജയറാമും ഉണ്ട്. അല്ലെങ്കിൽ ജയറാം എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസ്, ഫാമിലി കഥകൾ. ജയറാമിന്റെ സിനിമകളൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി. പിന്നീട് അത് ദിലീപിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസ്. അപ്പൊ ജയറാമിന്റെ സിനിമയ്ക്ക് എപ്പോഴും ഒരു മിനിമം ഗ്യാരണ്ടി ഫാമിലി ഓഡിയൻസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സിനിമകളാണ് ആ ഒരു ഏപ്രിൽ മാസങ്ങളിൽ ജയറാമിന്റെ ഇറങ്ങിയിരിക്കുന്നത്. അതിലൊന്ന് സത്യനന്ദിക്കാട് ജയറാം കൂട്ടുകെട്ടിലെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, മറ്റൊന്ന് സൂപ്പർമാൻ, റാഫി മക്കാട്ടിന്റെ സിനിമ.
അപ്പൊ രണ്ട് സിനിമയ്ക്കും അതിൻ്റെതായ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അതിന് തൊട്ട് മുമ്പ് ഇവരുടെ തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന ഭയങ്കര ഒരു മെഗാ ഹിറ്റ് സിനിമയായിരുന്നു. ജയറാമിനെ ശരിക്കും ഒരു സോളോ ഹീറോ ആയിട്ട് ജയറാമിന്റെ ഏറ്റവും വലിയ വിജയം, അതുവരെയുള്ള ഏറ്റവും വലിയൊരു വിജയം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു തൂവൽ കൊട്ടാരം. അതിന് മുമ്പ് മേലെപ്പറമ്പിലും അനിയും ബാവയൊക്കെ ഉണ്ടെങ്കിലും അതിൽ കുറെ കൂട്ടക്കളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തൂവൽ കൊട്ടാരം ഒരു ജയറാമിന്റെ സോളോ ഒരു വിജയം തന്നെയാന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. CV ബാലകൃഷ്ണന്റെ ഒരു ചെറുകഥയായിരുന്നു. ശ്രീനിവാസന് അതിന്റെ തിരക്കഥയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അത് ഇരട്ടക്കുട്ടി, അത് ശരിക്കും അന്ന് ആ സിനിമയുടെ പേരിടാൻ ഉദ്ദേശിക്കുന്നത് 2 പെൺകുട്ടികളുടെ അച്ഛൻ എന്നായിരുന്നു. പക്ഷെ അത് ഇടാൻ വേണ്ടി സത്യനാഥ് പ്ലാൻ ചെയ്തപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛൻ ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് ഇടാൻ വെച്ചിരിക്കുന്ന ഒരു പേരാണ്. പക്ഷെ ആ പേര് മാറ്റി ശ്രീനിവാസൻ പിന്നീട് ചിന്താവിഷ്ട ശ്യാമളാന്നായിരുന്നു ശ്രീനിവാസന്റെ സിനിമയ്ക്ക് പേരിട്ടത്. എന്തായാലും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ മഞ്ജു വാര്യർ അഭിനയിക്കുന്നു, ജയറാം. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയായിരുന്നു. എന്നാൽ അപ്പുറത്ത് സൂപ്പർമാൻ ആണെങ്കിൽ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അവർ റാഫി മെക്കട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന, അതിനു മുമ്പ് റാഫി മെക്കട്ടൻ ഹിറ്റ് റൈറ്റേഴ്സ് ആണ്. അനിയും ബാബ, ചേട്ടൻ ബാബയും, ദിലീപ് രാജകുമാരനൊക്കെ പോലെ ഒരുപാട് സിനിമകൾ ജയറാമിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയി പുതുക്കോട്ടയിലെ പുതുമണവാളൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്ത സിനിമയാണ് സൂപ്പർമാൻ. സൂപ്പർമാനും വേറൊരു തരത്തിലുള്ള, എനിക്ക് ജയറാമിനെ കുറച്ചൊരു മാസ് ഹീറോ എന്നുള്ള തരത്തിലുള്ള, അതുവരെയുള്ള ജയറാമിന്റെ സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹ്യൂമർ ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. ജയറാം ശോഭന കോംബോ ഒരു റിവെഞ്ച് ഫാമിലി ഡ്രാമ തന്നെയായിരുന്നു. അങ്ങനെ ഈ 2 സിനിമകളും അന്ന് ജയറാമിൻ്റെതായിട്ട് തിയേറ്ററുകളുണ്ടായിരുന്നു. പിന്നെ മുകേഷ് അഭിനയിച്ച 2 സിനിമകളുണ്ട്. അത് കൃത്യമായിട്ട് ഏതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ കല്യാണ കച്ചേരി, അത് ജയറാമും ജഗതിയും ശോഭനയും അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ഒരു കൊച്ചു സിനിമയായിരുന്നു. അതൊരു മാർച്ച് അവസാനം എന്തോ ഇറങ്ങിയതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ആ ഒരു ഏപ്രിൽ വിഷു സമയത്തും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. മറ്റൊരു സിനിമ കല്യാണ പിറ്റേന്ന് എന്ന് പറയുന്ന ഒരു സിനിമ, KK ഹരിദാസ് ഡയറക്ട് ചെയ്ത കല്യാണ പിറ്റേന്ന് ശരിക്കും നമ്മൾ ഇന്നും ഒരുപാട് പേര് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമ. എനിക്ക് കൂടെ ഇന്നത്തെ ജനറേഷൻ കല്യാണ കച്ചേരി പലരും കണ്ടിട്ടുണ്ട്, പക്ഷെ കല്യാണ പിറ്റേന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ. അതിൽ നമുക്കറിയാം മുകേഷും ദിലീപും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ പ്രിയരാമൻ ഉണ്ട്, അഞ്ജു അരവിന്ദ്, കുറെ നായികമാരുണ്ട്, നരേന്ദ്രപ്രസാദ്, ഗണേഷ് കുമാർ, ജഗതി ശ്രീകുമാറിന്റെ ബ്രോക്കർ ഗണപതി എന്ന് പറഞ്ഞ ഗണപതി ചേട്ടൻ, ബ്രോക്കർ ചേട്ടൻ എന്ന് പറഞ്ഞ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതില് ജഗതി ശ്രീകുമാറിന്റെ. പിന്നെ മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചക്കൻ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ എനിക്ക് തോന്നുന്നു മാർച്ച് മാസം തിയേറ്ററുകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഏപ്രിലും കുറച്ച് തിയേറ്ററുകളിലൊക്കെ മെയിൻ സെന്റേഴ്സിലും കൂടുതൽ BC സെന്റേഴ്സിലേക്കായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിയേറ്ററുകളിൽ എൻ്റെ ഒരു അറിവിലുണ്ടായിരുന്നത്. ഇതുകൂടാതെ രജനീകാന്തിന്റെ അരുണാചലം എന്ന് പറയുന്ന ഒരു സിനിമയും, അത് രജനീകാന്തിന്റെ ഭാഷ, മുത്തു ഇതൊക്കെ ഹിറ്റായി നിന്നതിന് ശേഷം അതിനുശേഷം രജനീകാന്ത് ചെയ്തൊരു സിനിമയാണ് അരുണാചലവും ഒരു ഭയങ്കര വിജയമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അന്ന് കേരളത്തിൽ ഈ പറഞ്ഞ മലയാള സിനിമകളുടെ ഒപ്പം തന്നെ രജനീകാന്തിന് എന്നും ഒരു ഓഡിയൻസ് ഉണ്ട്. നമുക്കറിയാം രജനീകാന്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും ഒരു ആഘോഷം തന്നെയാണ്. അങ്ങനെ രജനീകാന്തിന്റെ സിനിമയും അന്ന് ഒരു സമ്മർ വെക്കേഷൻ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിന്നർ എന്ന് പറയുന്നത് അനീതി പ്രഭു തന്നെയാണ്. അതൊരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി. കുഞ്ചാക്കോബൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റാറിനെ മലയാള സിനിമയ്ക്ക് കിട്ടി. പിന്നീട് അനീതി പ്രാവിന്റെ ഒരു കളക്ഷൻ പിന്നീട് ബ്രേക്ക് ചെയ്തത് 97 ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയാണ്. ചന്ദ്രലേഖയുടെ പ്രൊഡ്യൂസർ ഫാസിലാണ്. അന്ന് ഫാസിലിനോടുള്ളൊരു ബന്ധത്തിന്റെ പുറത്ത് ഫാസിലിന് വേണ്ടി പ്രിയദർശൻ ഒരു സിനിമ ചെയ്തു കൊടുത്തതാണ്. അതാണ് ചന്ദ്രലേഖ. എനിക്ക് തോന്നുന്നു ചന്ദ്രലേഖയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബോംബെയിൽ നടക്കുമ്പോൾ അനീതി പ്രാവിന്റെ സക്സസ് ഇവർ കേക്കൊക്കെ മുറിച്ചെന്ന് മോഹൻലാലൊക്കെ ആഘോഷമായിട്ടൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇന്നും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഫോട്ടോ ഒക്കെ എവിടെയെങ്കിലും കാണും. എവിടെ ഞാൻ കണ്ടായിട്ടൊരു ഓർമ്മയുണ്ട് കുറേ കാലം മുമ്പ്. എന്തായാലും അന്ന് അനീതി പ്രാവ് തന്നെയായിരുന്നു ആ ഒരു സമ്മർ വിന്നർ. പിന്നെ വർണ്ണപ്പകിട്ട് ഒരു ആവറേജ് വിജയമായിരുന്നു. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല, പക്ഷെ നല്ലൊരു വിജയം തന്നെയായിരുന്നു. പിന്നെ ഇരട്ടക്കുട്ടികളുടെ അച്ഛനും സൂപ്പർമാനും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സൂപ്പർമാനാണ് കൂടുതൽ കളക്ട് ചെയ്ത ഒരു സിനിമ. ഇരട്ടക്കുട്ടികളുടെ അച്ഛനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തത് സൂപ്പർമാനാണ്. പിന്നെ ഈ മുകേഷിന്റെ സിനിമകൾ പറഞ്ഞാൽ കല്യാണ കച്ചേരിയും കല്യാണ പിറ്റേന്നും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കല്യാണ കച്ചേരി എനിക്കൂടെ വലിയ വിജയമല്ല, പക്ഷെ കല്യാണ പിറ്റേന്ന് അത്യാവശ്യം വിജയിച്ച ഒരു സിനിമയാണ്. ഭൂതക്കണ്ണാടി ശരിക്കും തിയേറ്ററിൽ ഒരു പരാജയമായ ഒരു സിനിമയാണ്. പക്ഷെ പിന്നീട് അത് ഒരുപാട് പേര് അഭിപ്രായമൊക്കെ പറഞ്ഞ് ലോഹിദാസ് എന്ന സംവിധായകനും ഒരു പേര് കിട്ടി. ഒരുപാട് അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ, എനിക്ക് നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. എന്താ ചില നാഷണൽ അവാർഡ്സ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് 97 ആ ഒരു വിഷു സീസൺ അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷൻ ഇറങ്ങിയ സിനിമ. ഇതിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, അന്നത്തെ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക.